പുലിക്കളി ഒരുക്കത്തിനിടെ തൃശൂരിൽ വീട്ടുമുറ്റത്ത് യഥാർത്ഥ പുലി ഇറങ്ങി. തൃശൂർ മറ്റത്തൂർ മുപ്ലി സ്വദേശി ജോസഫിന്റെ വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത്. വിവരങ്ങളുമായി ഇപ്പോൾ അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, തൃശൂരിൽ പുലിക്കളി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ തന്നെ ഒരു ഒറിജിനൽ പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പുലിയെ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ എവിടെ വരെയായി? ഹരിത, തീർച്ചയായും ഇന്ന് തൃശ്ശൂരിൽ പുലിക്കളിയാണ്. വൈകിട്ട് 5 മണിക്കാണ് റൗണ്ടിൽ പുലി ഇറങ്ങുക. പക്ഷെ അതിന് മുന്നോടിയായി ഇന്ന് പുലർച്ചെ 1:30-ക്ക് യഥാർത്ഥ പുലി മുപ്പുളി മറ്റത്തൂരിനടുത്ത് മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്പുളിയിൽ യഥാർത്ഥ പുലി ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. മുപ്പുളി സ്വദേശി ജോസഫിന്റെ വീട്ടിന്റെ മുറ്റത്ത് വരെയാണ് പുലി എത്തിയത്. വീട്ടിലെ നായകൾ ഈ പുലിയെ കണ്ട് കുരയ്ക്കുന്ന ശബ്ദം കേട്ടാണ് ഈ വീട്ടുകാർ സംഭവം അറിയുന്നത്. ഈ സംഭവം നായരെ നിർത്താതെയുള്ള കുര കേട്ടതോടെ വീട്ടുകാർ ജനൽ തുറന്ന് നോക്കിയപ്പോഴാണ് പുലി ഓടിപ്പോകുന്ന അത് കണ്ടത്. ഉടൻ വീട്ടിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ ഇവർ പരിശോധിച്ചു. അതിൽ പുലി ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തതയോടെ പതിഞ്ഞിട്ടുണ്ട്. നായ കുരയ്ക്കുന്ന ശബ്ദമടക്കം ആ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വളരെ ഭീതിപ്പെടുത്തുന്നതാണ്. കാരണം വീട്ടുമുറ്റത്ത് വരെ പുലി എത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വൈര ജീവിതം നഷ്ടപ്പെട്ടു എന്ന് വേണം ആ പ്രദേശവാസികളെ മനസ്സിലാക്കാൻ. കാരണം വലിയൊരു പുലി തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഓടിപ്പോകുന്ന ദൃശ്യങ്ങളിൽ ഉള്ളത്. എന്തായാലും ഈ വന അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ മറ്റത്തൂർ പഞ്ചായത്ത്. ഈ മറ്റത്തൂരിലുള്ള സ്ഥലമാണ് ഈ മുപ്പുളി. ഇവിടെ നിരവധി തവണ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ച വാർത്ത നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നേരത്തെ കൊടുത്തിരുന്നു. ഇപ്പോൾ കാട്ടാനയ്ക്ക് പകരം ഇപ്പോൾ പുലി ആണ് വീട്ടുമുറ്റം വരെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കാട്ടാനകൾ ഇവിടെ ഇറങ്ങിയിരുന്നു. 15ഓളം കാട്ടാനകൾ ഈ ജനവാസ മേഖലയിൽ എത്തിയതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പുലിയുടെയും അതുപോലെ തന്നെ കാട്ടാനയുടെയും ശല്യം, കാട്ടാനയ്ക്ക് പുറമെ ഇപ്പൊ പുലി വരെ ഈ വീടിന്റെ മുറ്റത്ത് വരെ എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വനംവകുപ്പ് അധികൃതർ ഇതിൽ കൃത്യമായൊരു നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആനയുടെയും പുലിയുടെയും ശല്യത്തിൽ നിന്നും ഈ പ്രദേശവാസികളെ രക്ഷിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് നാട്ടുകാർക്കുള്ളത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നമ്മൾ മറ്റൊരു വാർത്ത സംപ്രേഷണം ചെയ്തത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പാറപ്പുറത്ത് വിശ്രമിക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ. അത് അവിടെയുള്ള ആ പ്രദേശത്തുള്ള ഒരു യുവാവ് തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. തിരുവോണ ദിവസമാണ് ദൃശ്യങ്ങൾക്ക് അടിസ്ഥാനമായ സംഭവം ഉണ്ടായത്. തിരുവോണത്തിന് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് മടങ്ങി വരുമ്പോഴാണ് രാത്രി ഒരു 8:30-ഓടെ ഈ ആ പുലി പാറപ്പുറത്ത് വിശ്രമിക്കുന്നത് കണ്ടത്. ഉടൻ ഈ യുവാവ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് വാർത്ത നൽകിയിരുന്നു. എന്തായാലും ഈ അതിരപ്പള്ളി മേഖലയും അതുപോലെ തന്നെ ഈ മുപ്പുളി മറ്റത്തൂർ പഞ്ചായത്തും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വനമേഖലയാണ്. അതിരപ്പള്ളിയിലുള്ള കണ്ട പുലി തന്നെയാവാം ഒരുപക്ഷെ ഈ മറ്റത്തൂരിലും എത്തിയത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. എന്തായാലും കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികളുള്ളത്. ഇവരെ ഈ പുലി ഭീതിയിൽ നിന്നും അതുപോലെ തന്നെ കാട്ടാന ഭീതിയിൽ നിന്നെല്ലാം രക്ഷിക്കണം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. വനംവകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തണം. കൂട് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് ഈ പുലിയെ പിടികൂടണം എന്നുള്ളൊരു ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഹരിത. അനീഷ്, അതേസമയം തന്നെ ഈ ജനവാസ മേഖലയിൽ നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇപ്പോൾ ആ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? ഇത്തരത്തിലൊരു പുലി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ നൽകിയില്ല. കാരണം സ്വാഭാവികമാണ്, വനാതിർത്തിയോട് ചേർന്ന ഗ്രാമമാണ് ഈ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നമുക്കറിയാം, വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ പുലിയും ആനയും ഒക്കെ എളുപ്പം ഈ പറഞ്ഞ വീടിന് മുന്നിലും അതുപോലെ തന്നെ ഇവരുടെ ജനവാസ മേഖലയ്ക്ക് എത്താൻ വളരെ എളുപ്പമാണ്. എന്നിരുന്നാൽ കൂടി പുലിയും ആനയും കാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമായതുകൊണ്ട് എത്തുന്നു എന്ന് കരുതി ഇവർക്ക് അത് അത്ര നിസ്സാരമാക്കി തള്ളിക്കളയാനാകില്ല പ്രദേശവാസി. കാരണം നിരവധി കുട്ടികളുണ്ട്, നിരവധി പേർ താമസിക്കുന്ന സ്ഥലമാണ് ഈ പുലി ആന ഒക്കെ നിരന്തരം അവിടെ വരുന്നൊരു സ്ഥലം കൂടിയാണ്. കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടി. അതുകൊണ്ട് ആന ഇറങ്ങുന്നതിൽ അവർക്ക് അത്ര പുതുമയില്ല. പക്ഷേ
പുലി വീടിന്റെ മുറ്റത്തെത്തി എന്ന് പറയുമ്പോൾ കടുത്ത ഭീതി അവരിൽ ഉളവാക്കുന്നത്. ആന പോലെയല്ല പുലി കടന്നാക്രമിക്കും, കുട്ടികളെ ഉൾപ്പെടെ ഉപദ്രവിക്കും, കടിച്ചുകൊണ്ട് പോകുന്ന ഒരു വന്യജീവിയാണ് പുലി. അതുകൊണ്ട് തന്നെ ഭീതി അവരുടെ വർദ്ധിച്ചു. ആന പേടിയിൽ നിന്നിപ്പോ പുലിപ്പേടി കൂടി അവർക്കായി. എന്തായാലും വനംവകുപ്പ് ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് അവിടെയുള്ളവർ പറയുന്നത്. വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്, ദൃശ്യങ്ങൾ കൈമാറുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഹരിത. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.